ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞാനൊരു പത്രത്തിലൊക്കെ ഒരു പടം കണ്ടു. കോൺഗ്രസ് ഇടതുപക്ഷത്തിൻ്റെ ഡി രാജ ഇവരെല്ലാം കൂടെ കൈകോർത്ത് നിന്ന് ഒരു മുന്നണി ഉണ്ടാക്കിയതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അതിൻ്റെ പേര് INDIA. അത് ഇന്ത്യ എന്ന് ഞാൻ പറയില്ല, കാരണം വെച്ചാൽ നാളെ ഇത് തോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ത്യ തോറ്റെന്ന് ഞാൻ പറയുന്നത് എനിക്ക് വിഷമമുണ്ട്. അപ്പോൾ INDIA എന്നുള്ള മുന്നണി തമിഴ്നാട്ടിൽ ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇന്ന് വന്ന് കോൺഗ്രസിനെ കുറ്റം പറയാണ് കമ്മ്യൂണിസ്റ്റിൻ്റെ നേതാവ്. ഇവരൊരു പരസ്പര ധാരണയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നാളെ ഈ പ്രഷീദിൻ്റെ പാർട്ടിയും പാർട്ടി ആഫീസും BJPയുടെ വരാനുള്ളവരാണ്. അതിൽ സംശയമൊന്നുമില്ല. അല്ലാതെ ഗതിയില്ല അവർക്ക്. കോൺഗ്രസിനോടൊരു ചോദ്യം. അടൂർ പ്രകാശിനെ കുറിച്ച് ഇത്രയേറെ പുകഴ്ത്തി പറഞ്ഞല്ലോ. ഞാൻ കഴിഞ്ഞ 5 കൊല്ലത്തിന് മുമ്പേ ഒരിക്കൽ തെരഞ്ഞെടുപ്പ് പ്രചരണം പോയപ്പോൾ അടൂർ പ്രകാശിനെ കണ്ടു. ഇപ്രാവശ്യം ഈ പ്രചരണം പോയപ്പോൾ കോൺഗ്രസ്സുകാർ ഒരു കാറൊക്കെ വെച്ചോണ്ട് ഒരാളല്ലേ കാത്തു നിൽക്കണേ. ഞാൻ അവിടെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് 5 കൊല്ലത്തിന് ശേഷമുള്ള അടൂർ പ്രകാശിനെ ഒരിക്കൽ കൂടെ കാണാൻ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. കാണാൻ ഒരു കൊതി. പക്ഷേ എന്നിട്ടും കണ്ടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ രണ്ടുപേരും കേരള ഗവൺമെൻറ്റിൻ്റെ ഇപ്പം സർക്കാർ കോളേജുകളിലൊന്നും പഠിക്കാൻ പോലും പറ്റുന്നില്ല. പിള്ളേരെ അടിച്ചൊന്നും കെട്ടിത്തൂക്കും. ആ സ്ഥിതിയിലായി അവരിപ്പോൾ. വാർദ്ധക്യ പെൻഷൻ വാങ്ങിക്കാനായിട്ട് പിച്ചച്ചട്ടി എടുക്കുന്ന അമ്മമാർ. ഈ ഗതികേടിലെത്തിച്ച 2 മുന്നണിക്കും ഇവിടെ ഇതിന് മറുപടി പറഞ്ഞിട്ടേ ഇവിടെ നിന്ന് പോവാവൂ. ശ്രീമതി ദീപ, അടൂർ പ്രകാശിനെ കാണാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വാസ്തവമുണ്ടോ അതില്? അദ്ദേഹം ഈ നാട്ടിലുണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അടൂർ പ്രകാശിനെ കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ പത്രം വായിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ നാട്ടിലില്ല എന്നുള്ളതാണ്. ഈ നാട്ടിലില്ലെങ്കിൽ പത്രം വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ചേട്ടാ, ഈ ജനം TV-യും മറ്റേ നിങ്ങളുടെ ജന്മഭൂമി പത്രവും മാത്രം വായിക്കരുത്, മറ്റുള്ള പത്രങ്ങളും കൂടെ വായിച്ച് ശീലിക്കണം. അപ്പോൾ നമുക്ക് അടൂർ പ്രകാശ് എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇവിടെ ചോദിച്ചു, ഈ MP ഇവിടെ ഉണ്ടോ എന്ന് തന്നെയാണ് ചോദ്യങ്ങൾ. വീണ്ടും MP പാർലമെന്റ് സമ്മേളനങ്ങൾ ഇല്ലാതിരുന്ന എല്ലാ ദിവസങ്ങളിലും അദ്ദേഹം ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് കാട്ടാക്കട മാത്രമല്ല, മറ്റ് 6 നിയോജക മണ്ഡലങ്ങൾ കൂടിയുണ്ട്. അവിടെയും എല്ലാം അടൂർ പ്രകാശ് എന്ന് പറയുന്ന MP ഉണ്ടായിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട്. വെറുതെ ആവശ്യമില്ലാത്ത അനാവശ്യ വിവാദങ്ങളും ഒരു പൊള്ളയായ ചോദ്യങ്ങളും ആക്ഷേപങ്ങളും ഒരാൾക്കെതിരെ ഉന്നയിക്കരുത്.